UDF സീറ്റ് ചർച്ച അന്തിമഘട്ടത്തിൽ. മുസ്ലിം ലീഗ് 27 സീറ്റുകളിൽ മത്സരിക്കും. 5 സീറ്റിൽ RSP മത്സരിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടഞ്ഞു നിൽക്കുന്നു. മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ സീറ്റ് വിഭജന ചർച്ച പുരോഗമിക്കുന്നു. UDFിൽ സീറ്റ് ചർച്ച അവസാന ഘട്ടത്തിലെത്തിയതോടെ ലീഗ് 27 സീറ്റിൽ മത്സരിക്കുമെന്ന് ഏകദേശ ധാരണയായി. കഴിഞ്ഞ തവണയും 27 സീറ്റിലായിരുന്നു മത്സരിച്ചത്. ഇതിൽ 25 സീറ്റിൽ കോണി ചിഹ്നത്തിലും 2 സ്വതന്ത്ര ചിഹ്നത്തിലുമായിരുന്നു. ചില സീറ്റ് വെച്ചുമാറൽ സംബന്ധിച്ച് ചർച്ചയായെങ്കിലും ഇതിൽ തിരുവമ്പാടി മാത്രമാണ് ധാരണയായത്. ഇതിനു പകരം ലീഗിന് മറ്റൊരു സീറ്റ് കൊടുക്കും. തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുത്താൽ ഇവിടെ മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയിയെ മത്സരിപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. നിലവിൽ മുസ്ലിം ലീഗുമായും RSPയുമായിട്ടാണ് സീറ്റ് ചർച്ചകൾ ഏകദേശം പൂർത്തിയായത്. കേരള കോൺഗ്രസുമായുള്ള ചർച്ചയിൽ ഉടനെ തീരുമാനമാവുമെന്നാണ് സൂചന. കഴിഞ്ഞ തവണ 10 സീറ്റിലായിരുന്നു കേരള കോൺഗ്രസ് മത്സരിച്ചത്. ഇതിൽ 4 സീറ്റെങ്കിലും വിട്ടു നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു സീറ്റും വിട്ടു നൽകില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാലും 3 സീറ്റെങ്കിലും ലഭിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. ഇതിൽ ഇടുക്കി, കുട്ടനാട്, ഏറ്റുമാനൂർ മണ്ഡലം ഉൾപ്പെടും. ഇടുക്കിയിൽ റോഷിക്കെതിരെ ശക്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിന് സജ്ജമാവാൻ ഇടുക്കി DCCയോട് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതുവെ സാധ്യത കുറഞ്ഞ കോങ്ങാട്, പുനലൂർ സീറ്റുകൾ വിട്ടു നൽകാൻ ലീഗ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ലീഗ് മത്സരിച്ച കോങ്ങാട് കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ പകരം മറ്റൊരു സംവരണ മണ്ഡലം ലീഗിന് കൈമാറും. പക്ഷേ പകരം ഏത് സീറ്റ് നൽകുമെന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ല. കളമശ്ശേരി ലീഗിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം വന്നെങ്കിലും ഇതിലും തീരുമാനമായിട്ടില്ല. കളമശ്ശേരിയിൽ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിച്ചാൽ വിജയിപ്പിച്ചെടുക്കാമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. RSP 5 സീറ്റിൽ മത്സരിക്കും. ചവറ, കുന്നത്തൂർ, ഇരവിപുരം, ആറ്റിങ്ങൽ, മട്ടന്നൂർ എന്നീ സീറ്റുകൾ RSPക്ക് ലഭിക്കും. മട്ടന്നൂരിന് പകരം കൊല്ലം ജില്ലയിലെ ചടയമംഗലം സീറ്റും RSP ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. 2 ദിവസം കേരളത്തിൽ തുടരുന്ന മിസ്ത്രി പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചതിനു ശേഷം മാത്രമായിരിക്കും സാധ്യതാ പട്ടിക തയ്യാറാക്കുക. വിജയസാധ്യത മാനദണ്ഡമാക്കിയാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിന് സർവേ ഫലവും പരിഗണിക്കും.